ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ മത്സര ഫലങ്ങൾക്ക്, ഇന്ത്യയുടെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച താരങ്ങളിൽ ഏറ്റവും സ്വാധീനം ഉള്ളത്, ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരായിരിക്കും? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അഭിഷേക് ശർമ്മ, ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കുന്ന അഭിഷേകിന്റെ ആ ഒരു ഇന്നിങ്സുകളാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഇന്ത്യയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. അഭിഷേക് ശർമ്മ നമുക്കറിയാം, IPL-ലാണ് അദ്ദേഹത്തിൻ്റെ താരപ്രഭ നമ്മൾ കണ്ടത്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി 2 സീസൺ മുമ്പ് അദ്ദേഹം പുറത്തെടുത്ത തകർപ്പൻ പ്രകടനങ്ങൾ നമുക്കറിയാം. ട്രാവിസ് ഹെഡുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പടുകൂറ്റൻ പാർട്ണർഷിപ്പുകൾ, കുറഞ്ഞ പന്തുകളിൽ നിന്നും അതിനുമേറെ സ്ട്രൈക്ക് റേറ്റിൽ, 200-ന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടുന്ന റൺസുകൾ, അതൊക്കെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തുണയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒരു പ്രകടനം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലോക T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് അഭിഷേക് ശർമ്മ. കഴിഞ്ഞ മത്സരത്തിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹം നേടിയ 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ നേടിയ റൺസ്, അത് തന്നെയാണ് പാകിസ്ഥാനെ തറ പറ്റിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിച്ച് കളിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഷൈൻ അഫ്രീദി 70ഓളം അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ആദ്യ ഓവർ എറിഞ്ഞ താരമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളാണ് ഷൈൻ അഫ്രീദി. അപ്പോൾ ഷൈൻ ഷാ അഫ്രീദിയുടെ ആദ്യ പന്ത് തന്നെ സിക്സറിന് തൂക്കിക്കൊണ്ട് ഒരു സ്വപ്ന സമാനമായ തുടക്കമാണ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ അഭിഷേക് ഇന്ത്യക്ക് സമ്മാനിച്ചത്. നമുക്കറിയാം, ഈ ഒരു മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായി കളി മാറ്റുന്നതിൽ അഭിഷേകിന്റെ ഇന്നിങ്സ് വളരെ നിർണായകമായി മാറുകയായിരുന്നു. അഭിഷേക് ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച് തുടങ്ങുന്നു. അതിനുശേഷം ബോളർമാരെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. അതിവേഗം അദ്ദേഹം 50-ലേക്ക് എത്തുകയാണ്. ഇടയ്ക്ക് ചൊറിയാൻ വന്ന പാക് ബോളർമാരെ തിരിച്ചും ആക്രമിച്ചുകൊണ്ട്, തിരിച്ചും അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് ഒരു മാസായി നിൽക്കുന്ന അഭിഷേകിനെയാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ശുഭ്മാൻ ഗിൽ അടിച്ച ഒരു പന്തിൽ, അതിനുശേഷം ഹാരിസ് റൌഫും, ആ പന്തെറിഞ്ഞ ഹാരിസ് റൌഫും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷനിൽ, ആ ഒരു വാക്ക് പോരിൽ അഭിഷേക് ശർമ്മ ഇടപെടുന്നു. അഭിഷേക് ശർമ്മ വളരെ ഹീറ്റഡായ ഒരു കോൺവെർസേഷൻ ഹാരിസ് റൌഫുമായി നടത്തുന്നു. അതിന് തക്ക മറുപടി നൽകുന്നു. അങ്ങനെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ, തിരിച്ച് ഗ്രൗണ്ടിൽ വെച്ചുള്ള ഒരു അഗ്രഷന്റെ പേരിലും അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരം മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മത്സരം മുതൽ ഇന്ത്യൻ ആരാധകർക്കൊരു പ്രിയ താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ, 39 പന്തിൽ 74 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ കൂട്ടുകെട്ട് കഴിഞ്ഞ മത്സരത്തിൽ നിർണായകമായി മാറുകയായിരുന്നു. അതിന് മുമ്പുള്ള മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ വേണ്ടത്ര ഫോമിലേക്ക് എത്താതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അഭിഷേക് ഒരറ്റത്ത് നിന്നും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും, ഇതിന് മുമ്പത്തെ മത്സരങ്ങളിലും അദ്ദേഹം നേടിയ 30-കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിവേഗം 12 പന്തിൽ 30, 15 പന്തിൽ 36, അങ്ങനെയുള്ള രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇതിന് മുമ്പത്തെ മത്സരത്തിൽ, ഒമാനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ അടക്കം റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ആ പിച്ചിലാണ് അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് അതിവേഗം 200 സ്ട്രൈക്ക് റേറ്റിൽ 30-ലധികം റൺസ് നേടിയത്. അപ്പോൾ അഭിഷേക് ചുരുങ്ങിയ പന്തുകളിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, പവർ പ്ലേയിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റി മറിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മ എന്ന ബാറ്റ്സ്മാൻ, അദ്ദേഹം ഈ ഒരു ടൂർണമെന്റ്, ഏഷ്യ കപ്പിലെ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇന്നിങ്സാണ് ഏറ്റവും നിർണായകമായി ഇന്ത്യക്ക് വിജയ കുതിപ്പിന് ചുക്കാനായി മാറിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു റൺസ് നോക്കുമ്പോൾ, ഏഷ്യ കപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും അഭിഷേക് ശർമ്മയാണ്. 173 റൺസാണ് അദ്ദേഹം ഈ പരമ്പരയിൽ ആകെ നേടിയിരിക്കുന്നത്. അതിൽ തന്നെ 15 സിക്സറുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. 208 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഈ റൺസുകളൊക്കെ നേടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിഷേക് നമുക്കറിയാം, യുവരാജ് സിംഗിന്റെ ശിഷ്യനാണ്. യുവരാജ് സിംഗ് പറഞ്ഞു പഠിപ്പിച്ച, അല്ലെങ്കിൽ യുവരാജ് സിംഗിന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന താരമാണ്. ആ ഒരു ശൈലി തന്നെ, യുവരാജ് സിംഗിനേക്കാളും കൂടുതൽ അഗ്രസീവായി അദ്ദേഹം തലപ്പത്ത് നിന്നും ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഈ ഏഷ്യ കപ്പ് കിരീടം നേടുക എന്നുള്ളത് തീർച്ചയായും എളുപ്പമായിരിക്കും എന്ന രീതിയിലാണ് അഭിഷേകിന്റെ ഇന്നിങ്സുകൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അഭിഷേക് തന്നെയാണ് ഈ ഒരു പരമ്പരയിൽ, ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നതും അഭിഷേക് തന്നെയാണ്.